Welcome back to my channel. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചിട്ട് സ്കിന്നിന്റെ ടാൻ മാറ്റാനും ബ്ലെമിഷസ് ഒക്കെ മാറ്റാനും പിഗ്മെന്റേഷൻ മാറ്റാനും അതുപോലെ ഇതെല്ലാം മാറ്റിയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ 3 സ്റ്റെപ്പ് ഫേഷ്യൽ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് കളറിലുള്ള പരിപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ഫേഷ്യൽ ചെയ്യാൻ പോകുന്നത്. അത് കുറച്ച് എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിലായാലും സ്റ്റേഷനറി കടയിലായാലും ഒക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതും കൂടിയാണ്. നമ്മളിത് ഉള്ളിൽ കഴിക്കാനായാലും ഇങ്ങനെ പുറത്ത് സ്കിൻ കെയറിന് വേണ്ടിയിട്ടായാലും ഒക്കെ നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ആ സൈഡിൽ ഇങ്ങനെ കുറച്ച് വലിയൊരു തരി പോലെ കിടക്കുന്നത്, ഈ സൈഡിൽ ചെറിയ തരി പോലെയും കിടക്കും. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര വലിയ തരി ഉപയോഗിച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചിട്ടെടുക്കാം. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിന് അത്ര ഹാർഷ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു രൂപത്തിൽ തന്നെയാണ് ഇത് സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ് ചെയ്യാനുള്ള പൗഡർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം അതേ മിക്സിയിൽ തന്നെ നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കാം. ഫേസ് പാക്കിനായിട്ട് ഞാൻ ഇതേ റെഡ് ഗ്രാം തന്നെ ഒരു 6 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കുതിർത്ത് വെച്ച പരിപ്പിലേക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമ്മൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കേർഡും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേർഡിൻ്റെ വെള്ളത്തിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ ഫേസ് സ്ക്രബും ഫേസ് പാക്കും റെഡി ആയിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ എൻ്റെ ഫേസിൽ നന്നായിട്ട് സൺ ടാൻ ഉണ്ട്. അതുപോലെ മുഖക്കുരുവിൻ്റെ ചെറിയ പാടുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഫേഷ്യൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ മുടി ബാക്കിലേക്ക് ഇതേണക്കൊന്ന് കെട്ടി വയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ ബാൻഡോ അല്ലെങ്കിൽ ബാൻഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഷോളോ ഉപയോഗിച്ചിട്ട് നെറ്റിയിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം മുടി ബാക്കിലേക്കൊന്ന് കെട്ടി വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ക്ലെൻസിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ ഹാൻഡ് കർച്ചീഫ് അല്ലെങ്കിൽ ഒരു ചെറിയ ടവൽ എടുത്തിട്ട് അത്യാവശ്യം ഒരു ചൂടുള്ള വെള്ളം, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടുള്ള വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞിട്ട് നമുക്കത് ഫേസിലേക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ചെയ്യാനല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് ആവി പിടിക്കാനാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ഒരു ടവൽ നമ്മൾ ഫേസിലേക്ക് വെച്ചതിന് ശേഷം 2 കൈയും ഉപയോഗിച്ച് പതുക്കെ ഒന്ന് അമർത്തി കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള പോർസ് എല്ലാം ഒന്ന് ഓപ്പൺ ആവുകയും ചെയ്യും. നമ്മുടെ ഫേസ് നന്നായിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓയിലി സ്കിന്നുള്ളവർ ഈ ഒരു സ്റ്റെപ്പും കൂടി ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിലെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ കൺട്രോൾ ചെയ്യാനും അതുവഴി മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്നത് കുറയാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് വരെ നമ്മൾ ഇങ്ങനെ പതുക്കെ അമർത്തി പിടിച്ചതിന് ശേഷം കർച്ചീഫ് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ ഫേസ് സ്ക്രബ് തയ്യാറാക്കാം. അതിനായിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള ദാലിൻ്റെ പൗഡർ 1 സ്പൂൺ എടുത്ത് വയ്ക്കണം. അതിലേക്ക് അടുത്തതായിട്ട് 1 സ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നതിനും നന്നായിട്ട് നറിഷ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് നമുക്ക് 1 സ്പൂൺ ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്ലിസറിൻ്റെ കാര്യമാണെങ്കിൽ ഗ്ലിസറിൻ നന്നായിട്ട് നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുന്നതിനും മോയ്സ്ചറൈസ് ചെയ്യുന്നതിനും ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആണ്. ഇനി ഇത് 3ഉം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കാം.
അതിനുശേഷം നമ്മുടെ ഫേസിലേക്ക് ഇത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 2 കൈയും ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ റോസ് വാട്ടറും ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് വലിയ തരിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ പോലും നമ്മുടെ സ്കിന്നിൽ അത്രയ്ക്കൊരു ഹാർഷായിട്ട് നമുക്ക് അനുഭവപ്പെടുകയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുത്തിലുമൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 2 കൈയും ഉപയോഗിച്ച് ഇങ്ങനെ റൗണ്ടിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ മുഖത്ത് കവിളിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒക്കെ ഈ സ്ക്രബ് ചെയ്യുകയോ അല്ലെങ്കിൽ മസാജ് ചെയ്യുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക്, അതായത് അപ്വേർഡ് ഡയറക്ഷനിൽ വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. നമ്മൾ സ്റ്റീം ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളെ ഫേസിലുള്ള ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ഒക്കെ പോവും. അതുപോലെ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാനിതിൽ മസൂർദാൽ കേർഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ടെർമറിക് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിൽ ഇത് രണ്ടും മാത്രം മിക്സ് ചെയ്ത് എടുത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ എന്നും ലെമൺ ജ്യൂസ് സ്കിന്നിൽ ആഡ് ചെയ്യുന്നത് നല്ലതല്ല. അതുപോലെ സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവരും ലെമൺ ജ്യൂസ് ഒഴിവാക്കുക. പിന്നെ ടെർമറിക് ആണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്യാം. എനിക്ക് അലർജി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിവിടെ ഒഴിവാക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിത് ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഡാർക്ക് നെക്കൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കഴുത്തിന് പുറകുവശത്തും എല്ലാം ഇത് അപ്ലൈ ചെയ്താൽ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇപ്പോൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഇതിൽ പിന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും തന്നെ നമ്മൾ ചേർക്കാത്തതുകൊണ്ട് കൊച്ചു കുട്ടികൾക്ക് നമുക്കിത് ദേഹത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മോള് സ്കൂളിൽ നിന്ന് വന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ഫേസിലൊക്കെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. കുട്ടികളൊക്കെ ആകുമ്പോൾ ഒരുപാട് നേരം പുറത്തൊക്കെ നിന്ന് കളിക്കത്തില്ലേ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടുള്ള DIY ഒക്കെ നമ്മൾ അവരുടെ ദേഹത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൻ എപ്പോഴും നല്ല ബേബി സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കഴിവതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരൊക്കെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 3 സ്റ്റെപ്പ് ഫേഷ്യൽ കഴിഞ്ഞപ്പോൾ സ്കിൻ നല്ല സോഫ്റ്റും നല്ല ഗ്ലോയും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആയിരിക്കും. വെറും 3 സ്റ്റെപ്പ് ഫേഷ്യൽ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.